ഹലോ. രാവിലത്തെ ഡ്യൂട്ടിയിലേക്ക് കിടന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ മുറ്റടിച്ച് വാരാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ കുറച്ച് ഇലകളുടെ ഉണങ്ങിയ ഇലകളും അതുപോലെ പഴുത്ത ഇലകളൊക്കെ വെട്ടി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് രാത്രിയാണ് സമയം കിട്ടിയത്. ആ സമയത്ത് കംപ്ലീറ്റ് വെട്ടി കളഞ്ഞു. അപ്പോൾ രാവിലെ അതൊക്കെ അടിച്ച് വാരാണ് കേട്ടോ. രാവിലെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിക്കുന്നേ ഒരു എക്പീഷ്യ പ്ലാന്റ്സിൻ്റെ കുറച്ച് കട്ടിങ്സ് എടുത്തിട്ട് രണ്ട് പോട്ടിലേക്ക് ഒന്ന് മാറ്റി നടണമെന്ന്. ആദ്യം ഇതുപോലെ ഒരു 4 പോട്ടിൽ ഞാൻ ഇതുപോലെ മാറ്റി നട്ടിട്ടുണ്ട് കണ്ടോ. അതിപ്പോൾ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു 2 ചട്ടിയും കൂടി ഉണ്ട്. ആ 2 ചട്ടിയിലും കൂടി ഈ സെയിം കളർ ലീഫുള്ള എപ്പീഷ്യ പ്ലാന്റിനെ മാറ്റി നടണമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഇതിനെന്ന് വെച്ചാൽ തണ്ട് ചെയ്യണ ഒരു വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ തണ്ട് ചീഞ്ഞ് പോകും. അതുപോലെ ഫംഗസൊക്കെ വന്ന് പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഇത്. നന്നായിട്ട് നമ്മൾ കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും കേട്ടോ. ഈ പ്ലാന്റ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഇപ്പോൾ കുറേ അധികം നാളുകളായി. ഇപ്പോഴും അതൊന്നും എൻ്റെ അടുത്ത് നശിച്ചു പോയിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്നെടുക്കുന്ന ഈ റെഡ് കളറാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ആ ചട്ടിയിൽ നട്ട് വെച്ചിട്ടുള്ളതും ആ കളർ തന്നെയാണ്, സെയിം. പിന്നെ ഇൻഡോർ പ്ലാന്റായിട്ടും ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ബാൽക്കണിയിലൊക്കെ തൂക്കിയിടാൻ പറ്റിയൊരു പ്ലാന്റാണിത്. ഏതൊരു പ്ലാന്റ് നടുമ്പോഴും മെയിനായിട്ട് നോക്കേണ്ടത് അതിൻ്റെ മണ്ണ് തന്നെയാണ്. അത് നടുന്ന സോയിൽ മിക്സ് അത് കറക്റ്റായിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് നന്നായിട്ട് വളരും. അതായത് മണ്ണ് മാത്രം എടുക്കാതെ കുറച്ച് ചകിരിച്ചോറും അതുപോലെ വെള്ളം നന്നായിട്ട് ഡ്രെയിനായിട്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഹോളിട്ട് കൊടുക്കുക പോട്ടിന്. പിന്നെ നമ്മൾ കുറച്ച് ചകിരിച്ചോറ് ആ വേര് നന്നായിട്ടൊന്ന് ഓട്ടം കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ചില പ്ലാന്റുകൾക്ക് ചകിരിച്ചോറ് ചേർക്കില്ല, അതിനധികം വെള്ളം വേണ്ടാത്ത പ്ലാന്റുകളും ഉണ്ടല്ലോ. അപ്പം നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കണം ഏതൊരു പ്ലാന്റ് നടുമ്പോഴും നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ അതിൻ്റെ വേരുകൾ ഓടിയിട്ട് നല്ല രീതിയിൽ ഓക്സിജൻ ചെടിക്ക് കിട്ടി നല്ല രീതിയിൽ ഇത് വളരുള്ളൂ. അപ്പോൾ ഇത് നല്ല ഇളക്കമുള്ള ഒരു മണ്ണാണ് കേട്ടോ എടുത്തേക്കണേ. ഇപ്പോൾ നമ്മുടെ മണ്ണ് നമ്മളൊരു പോട്ടിൽ നിറച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് മണ്ണ് ഒന്ന് ഇളക്കി കൊടുക്കുക. ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ വളം ഇടണ സമയത്തും ഒന്ന് നന്നായിട്ട് മണ്ണൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിന് വളമിട്ട് കൊടുത്താൽ മാത്രമേ ചെടി കംപ്ലീറ്റ് ആയിട്ട് ആ വളം എടുക്കുകയുള്ളൂ. പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഈ ചെടിയുടെ പോട്ടിൽ കെട്ടി കിടക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. നന്നായിട്ട് തന്നെ പോകുന്നില്ലേ, ആ വെള്ളം ഒഴിക്കുന്നത് കംപ്ലീറ്റ് പോകണില്ലേ എന്ന് ഓരോ പ്രാവശ്യവും നമ്മൾ നോക്കുക. ഈ ചെടിക്കൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ജൈവവളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചെടിക്കൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഫംഗസ് വരാനും അല്പം വെള്ളം കൂടിപ്പോയാൽ തന്നെ ഇത് നശിച്ചു പോകാനുള്ള ചാൻസ് ഉള്ള ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ തണ്ടൊക്കെ വളരെയധികം നമ്മളത് പറിക്കുമ്പോൾ നമ്മൾ കട്ടിങ്സ് എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് എത്ര സോഫ്റ്റാണെന്നുള്ളത്. ഓവർ വാട്ടറിങ് ഒഴിവാക്കി ഫംഗസ് വരാതെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത്. ആഴ്ചയിൽ ഒരിക്കലും മാത്രം ഇതിനെ നനച്ചു കൊടുത്താൽ മതി.